ദിലീപ് എന്ന് പറഞ്ഞ ഒരാളുടെ പടം വരുമ്പോൾ എല്ലാവരും ഒരേ സ്ഥലത്ത് പറയും മതി, അത് മതി. അങ്ങനെയാണ് എനിക്ക് ദിലീപേട്ടൻ ജനപ്രിയനാകുന്നത്, ജനപ്രിയ നടനാകുന്നത്. പണ്ടൊക്കെ അച്ഛനും ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഒരു മീശ ഓടിച്ച സമ്മതിക്കില്ല, ഒരു കണ്ണട വെക്കാൻ സമ്മതിക്കില്ല പ്രൊഡ്യൂസർമാരോ, പടം ഓടില്ലട്ടോ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യം, അയാളെ ഉള്ള പോലെയൊക്കെ അഭിനയിച്ചു വിടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ പലതരത്തിലുള്ള മുഖങ്ങളിലൂടെ അതിൽ നല്ല കണ്ടന്റ് ആയതിനൊക്കെ എല്ലാം വർക്കൗട്ടായിട്ടുണ്ട് ദൈവം അനുഗ്രഹിച്ച്. നമ്മൾ പല വേഷം കെട്ടിയിട്ട് പോയിട്ട് കാര്യമില്ല, കണ്ടന്റ് കൂടി ബെറ്റർ ആവണം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, കഥയും കാര്യങ്ങളൊക്കെ. നമ്മൾ പറയുന്ന തമാശക്ക് ഇപ്പോഴും ആൾക്കാർ ചിരിക്കുന്നുണ്ട്, തമാശ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതിൻ്റെ മേക്കിംഗ് വേയിലെ ചെറിയ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം കൂടുതൽ റിയലിസ്റ്റിക് ആവാൻ തുടങ്ങി. തമാശയ്ക്ക് അധികം പണിയെടുക്കണ്ട, കൊച്ചു തമാശ മതി പൊട്ടിച്ചിരിക്കാനും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ വരുമ്പോഴാണ് ഇതിൻ്റെ അളവ് മാറണം. നമ്മൾ വരുമ്പോൾ അത് പോരാ. അച്ഛൻ എൻ്റെ കൂട്ടുകാരായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. അവസാനം ഞാൻ അച്ഛൻ്റെ ചോദിച്ചു, അച്ഛൻ എന്തിനാണ് എൻ്റെ കൂട്ടുകാരായിട്ട് അച്ഛൻ കൂട്ടുകൂടുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പ്രായത്തിലുള്ളൊക്കെ മരിച്ചുപോയി എന്ന് പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടല്ലോ. പിന്നെ നമ്മളെ സംബന്ധിച്ച് മണി പോയി, സലീം പടങ്ങൾ കുറച്ചു, അശ്വൻ ചേട്ടൻ വേറെ ഇങ്ങനെ സീരിയസ് പടങ്ങളുടെ ഒരു സെക്ഷനൊക്കെ മാറി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഷാജോൺ ഉണ്ട്. പിന്നെ ഈ പെർട്ടിക്കുലർ പവി കെയർടേക്കറിൽ ശരിക്കും പറഞ്ഞാൽ അയളിലൂടെയാണ് നമ്മൾ കഥ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ കാവിക്കുന്ന പട്ടിയെ ഒരു രക്ഷയില്ല, പട്ടിയെ പൂച്ചൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. പറഞ്ഞ് ബ്രോയിന് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് അവളുടെ വായിന്നൊക്കെ കേൾക്കുന്നത്. CPX ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത്, നമ്മൾ ഈ വർഷ അവധിയൊക്കെ വരുമ്പോഴത്തേക്കും വീടുകളിലിരുന്ന് ഒരുമിച്ചിരുന്ന് സിനിമ കാണും. അപ്പം ഫാമിലി എല്ലാവരും കാണും. അപ്പോൾ ഒരുപാട് സിനിമകൾ, അടി, തല്ല്, ആക്ഷൻ, ഇങ്ങനെ ഒരുപാട് പടങ്ങൾ നമ്മളിങ്ങനെ മാറി 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 വരുമ്പോൾ ദിലീപ് എന്ന് പറഞ്ഞ ഒരാളുടെ പടം വരുമ്പോൾ എല്ലാവരും ഒരേ സ്ഥലത്ത് പറയും മതി, അത് മതി. അങ്ങനെയാണ് എനിക്ക് ദിലീപേട്ടൻ ജനപ്രിയനാകുന്നത്, ജനപ്രിയ നടനാകുന്നത്. അതിപ്പോഴും ഈ കഴിഞ്ഞ ദിവസം റെസ്പോൺസ് എടുക്കാൻ ദിലീപേട്ടൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നപ്പോഴും ആ ഒരു ഫീൽ ഇപ്പോഴും ഉണ്ട് ആളുകളുടെ ഉള്ളിൽ, ജനപ്രിയ നടൻ എന്നുള്ളത്. എങ്ങനെ അത് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്? ഹൗ ദാറ്റ് ഇമേജ്? ഈ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് സിനിമകളാണെന്നറിയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഇപ്പോൾ 10-29 വർഷമായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയിലുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നത് ഒരു 10-20-22 വർഷം അത് കൂടുതലും ഉണ്ടാവാമെന്ന് തോന്നുന്നു. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് സിനിമകളിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രേക്ഷകർ തന്ന ഒരു അനുഗ്രഹവും, പിന്നെ നമുക്ക് എന്തും ചെയ്യാനുള്ള വെച്ചാൽ ലൈസൻസ് ഉണ്ടല്ലോ, നമുക്ക് ഏത് ടൈപ്പിലെ കഥാപാത്രങ്ങളിലൂടെ പോകാനും ഉള്ളൊരു. പണ്ടൊക്കെ അച്ഛനും ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഒരു മീശ ഓടിച്ച സമ്മതിക്കില്ല, ഒരു കണ്ണട വെക്കാൻ സമ്മതിക്കില്ല പ്രൊഡ്യൂസർമാരോ, പടം ഓടില്ലട്ടോ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യം, അയാളെ ഉള്ള പോലെയൊക്കെ അഭിനയിച്ചു വിടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ പലതരത്തിലുള്ള മുഖങ്ങളിലൂടെ അതിൽ നല്ല കണ്ടന്റ് ആയതിനൊക്കെ എല്ലാം വർക്കൗട്ടായിട്ടുണ്ട് ദൈവം അനുഗ്രഹിച്ച്. നമ്മൾ പല വേഷം കെട്ടിയിട്ട് പോയിട്ട് കാര്യമില്ല, കണ്ടന്റ് കൂടി ബെറ്റർ ആവണം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, കഥയും കാര്യങ്ങളൊക്കെ. ജനങ്ങൾക്കത് കറക്റ്റ് വർക്കൗട്ട് ആവുന്ന രീതിയിൽ വരുമ്പോൾ അത് വലിയ സക്സസ് ആയി മാറുന്നുണ്ട്. എൻ്റെയൊക്കെ സിനിമ കാഴ്ചകളിൽ എവിടെയോ ഇരുന്ന് ഞങ്ങൾ ഒരുപാട് ചിരിപ്പിച്ച ആളാണ് ദിലീപേട്ടൻ. അപ്പം ആ ഒരു സിനിമയിലിരുന്നു, അതുകൊണ്ട് പല ക്യാരക്ടേഴ്സായിട്ട് വന്ന് ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം എൻ്റെ മുമ്പിൽ ഇന്ന് അദ്ദേഹത്തെ കാണുക, സംസാരിക്കുക എന്നുള്ളത് ഒരുപാട് സന്തോഷമുണ്ട്. പ്രേക്ഷകൻ സിനിമ കാണുന്ന എപ്പോഴും ഒരുപോലെയാണ്. അവൻ ചിരി വന്നാൽ ഓക്കെ, അത് ചിരിച്ചു, നല്ല വർക്കായി. പക്ഷെ ഒരു ആക്ടറിനെ സംബന്ധിച്ചൊരു സ്ക്രിപ്റ്റ് വരുമ്പോൾ അയാൾക്കൊരു പ്രീ സെറ്റപ്പ് ഉണ്ട്, എങ്ങനെയാണ് ഈ ഒരു ആക്ടറിനെ അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ചെയ്യാന്നുള്ളത്. പക്ഷെ ഇത് പ്രേക്ഷകന് ഇഷ്ടപ്പെടുമോ, ഞാൻ പഴയ രീതി ചെയ്തത് ഇഷ്ടപ്പെടുമോ, പുതിയത് എന്തെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാം, അങ്ങനെ കുറേ പരിപാടികൾ, ഒരു കോമഡി അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നവർക്ക് വരാറുമുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ശരിക്കും ഇപ്പം ബ്രേക്ക് ചെയ്യുന്നത്? പവി അതിനൊരു കൃത്യമായ ബ്രേക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പവി ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരാളാണ്. അത് മാത്രമല്ല, ഇന്നത്തെ രീതിയിലുള്ള സംഭവവും ഒട്ടും അപ്ഡേറ്റ് ആവാത്തൊരു പവിത്രനാണത്. 10-18 വർഷം ഗൾഫിൽ ഉണ്ടായിരുന്ന ഒരാള്, അയാള്
മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അയാൾക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയ ഒരാൾ, കല്യാണപ്രായമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരാൾ. അയാൾ പകൽ കെയർ ടേക്കറാണ്, രാത്രി സെക്യൂരിറ്റി ഓഫീസറാണ്. അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആണും പെണ്ണും ഒരുമിച്ച് നടക്കണ പുള്ളിക്ക് അസൂയയും കുശുമ്പും ഒക്കെ ആയിട്ട് ഉണ്ടാവുന്നത്. അത് കല്യാണക്കാരിയൊന്നും പുള്ളിക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പ്രണയത്തിൽപ്പെടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രണയം സംഭവിക്കുമ്പോൾ എല്ലാവരും വേറെ ആംഗിളിലേക്ക് അറിയാണ്ട് മാറും. അതാണ് നമ്മൾ കുറച്ച് റൊമാൻറ്റിക് ആകുമ്പോൾ ഉണ്ടാവുന്ന വിഷയങ്ങളുണ്ടല്ലോ. അത് ഇയാൾക്കുണ്ട്. ഇയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള പ്രണയമാണ്, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അത് നമുക്ക് പഴയ രീതിയിലുള്ള സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മൾ ലവ് ലെറ്റേഴ്സ് ആയിരുന്നു എന്ന് പറയുന്ന പോലെ കുറിപ്പിലൂടെയാണ് ഇയാളുടെ പ്രണയം ഉണ്ടാവുന്നത്. അപ്പം അതൊക്കെ ഇതിനകത്ത് എനിക്ക് നല്ല ഡിഫറെൻ്റ് ആയിട്ടൊരു ഫീൽ ചെയ്ത സാധനങ്ങളാണ്. എന്നാൽ ഇതിനകത്ത് ഇപ്പോഴത്തെ രീതിയിലുള്ള തമാശകളുണ്ട്. കാരണം ഇപ്പം അതിനകത്ത് ഒരു റേഡിയോ ഒരു ക്യാരക്ടറാണ്, അതിലൂടെ പറയുന്ന ഏരിയയൊക്കെ ഇപ്പോഴത്തെ രീതിയിലുള്ള തമാശകളാണ് അല്ലേ, വളരെ ലൈറ്റ് ആയിട്ട് പോകുന്ന സാധനങ്ങളാണ്. എന്നാൽ നമ്മളുടെ നേരത്തെ സിനിമയിൽ സംഭവിക്കുന്ന എവിടെ എന്താണെന്ന് അറിയാണ്ട് ആ തത്രപ്പാടായിട്ട് ഓടി അവിടെ ഇടിച്ച് ഇവിടെ ഇടിച്ച് ഓടി മറ്റാളുടെ മുമ്പിൽ ചാടി അയാൾ ഓടി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ വേറെ നടക്കുന്നുണ്ട്. അപ്പം എല്ലാത്തിൻ്റെ ഒരു മിക്സ് ആയിട്ടാണ് ശരിക്കും ബൈ പറഞ്ഞ പോലെ തന്നെ അല്ലേ, ആ സമയത്തെയും ഈ സമയത്തെ കൂടി മിക്സ് ആയിട്ടുള്ളൊരു പടം തന്നെയാണ് പവിത്ര. ഇതിൻ്റെ എൻ്റെ പോർഷൻ ആണെങ്കിൽ പോലും നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് സിനിമയിൽ കണ്ടൊരു എക്സ്പീരിയൻസ് ചെയ്തൊരു സംഭവമാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയും ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞിട്ട് ശുഭം കലാശിക്കുക. എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, എങ്ങനെയാണ് ഒരു ആക്ടർ ഇത് ഇങ്ങനെ ചെയ്ത അല്ലെങ്കിൽ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത ആൾക്കാർക്ക് വർക്കാവും? കാരണം അതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംവിധായകനും തിരക്കഥാകൃത്തിനും വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് തമാശ എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന തമാശക്ക് ഇപ്പോഴും ആൾക്കാർ ചിരിക്കുന്നുണ്ട് തമാശ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതിൻ്റെ മേക്കിംഗ് വേയിലെ ചെറിയ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പം കൂടുതൽ റിയലിസ്റ്റിക് ആവാൻ തുടങ്ങി. തമാശയ്ക്ക് അധികം പണിയെടുക്കണ്ട, കൊച്ചു തമാശ മതി പൊട്ടിച്ചിരിക്കാനും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ വരുമ്പോഴാണ് ഇതിൻ്റെ അളവ് മാറണം. നമ്മൾ വരുമ്പോൾ അത് പോരാ. കാരണം ഒരു സബ്ജക്റ്റ് മൊത്തത്തിൽ കൺസീവ് ചെയ്യുന്ന സംവിധായകരാണ്. അതുകൊണ്ടാണ് നമ്മളോട് അത് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഈ കഥയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു കഥ സെലക്ട് ചെയ്യണോ, ഈ കഥ നമ്മൾ ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട്. പക്ഷേ വൺസ് നമ്മൾ സ്ക്രിപ്റ്റ് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചെല്ലുന്നത് ഒരു വൈറ്റ് പേപ്പർ പോലെയാണ്. ഞാൻ കഥ കേട്ടു, കാര്യങ്ങളെല്ലാം കഴിഞ്ഞാലും ഇന്നെന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിൽക്കണം, ഓക്കെ, അപ്പോൾ അങ്ങനെ കേട്ടോണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്താലോ, അത് കൊള്ളാം അത് നന്നാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തോളാം ചേട്ടാ അത് അത്രയും വേണ്ട ഏട്ടാ എന്ന് പറയുന്നൊരു ജഡ്ജ് ചെയ്യുന്നൊരു ആളാണ് ഡയറക്ടർ ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ ഏത് ഇമോഷൻ വേണം, ഏത് ടൈപ്പിൽ വേണം എന്നുള്ള രീതിയിലൊക്കെ ചില സമയത്തൊക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് ചിലതൊക്കെ വാങ്ങിക്കും. അല്ലെങ്കിൽ പിന്നെ ആ രീതിക്ക് നമ്മളത് ക്യാരക്ടർ എങ്ങനെ പോകാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത്. ദിലീപേട്ടൻ പഴയ ഇന്റർവ്യൂകളൊക്കെ പറയണ്ടേ, ഞാൻ ഒരു ഡയറക്ടറാകാൻ ആഗ്രഹിച്ചു വന്ന ആളാണ് ആക്ടറായിട്ട്. അതെന്താണ്? ഡയറക്ടർ ആവാൻ ആഗ്രഹിച്ചു വന്ന ആളല്ല, ആക്ടർ ആവാൻ ആഗ്രഹിച്ചു വന്ന് ഒരു രക്ഷയില്ലാണ്ട് ഇപ്പോൾ ഡയറക്ഷനിലേക്ക് പിന്നെ അറിയാണ്ട് ആക്ടറായിപ്പോയി. അങ്ങനെയാണ് ഡയറക്ഷൻ പിന്നെ ട്രൈ ചെയ്യാൻ നോക്കാൻ. അല്ല, ഇപ്പൊ നമ്മൾ ദൈവാനുഗ്രഹിച്ച് കണ്ടിന്യൂസ് പോകുന്നു. പിന്നെ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അവരൊക്കെ കൂടെ നമ്മൾ വർക്ക് ചെയ്യല്ലേ. അപ്പൊ ഡിഫറെന്റ് സ്കൂളിലാണ് നമ്മൾ ശരിക്കും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാവുന്നു. ഓരോ സിനിമയും ഓരോ സ്കൂൾ എന്ന് പറഞ്ഞാണ്. ഓരോ സംവിധായകന്റെ രീതികളും വേറെ വേറെയാണ്, സ്റ്റൈൽ അങ്ങനെയാണ് വേറെ രീതിയിലല്ലേ. അതൊക്കെ നമ്മൾ കണ്ട് പഠിക്കുകയല്ലേ. ദിലീപേട്ടൻ്റെ പടങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കൂട്ടം ആളുകളുണ്ടാവും ദിലീപേട്ടൻ്റെ ഒപ്പം കട്ടയ്ക്ക് പിടിച്ചേക്കുന്ന. ദിലീപ് എന്ന് പറയുമ്പോൾ തന്നെ കുറേ ഓർമ്മകൾ വരുന്ന കൂട്ടത്തിൽ അവരുടെ മുഖങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. ഇപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കൂട്ടം ഓഫ് ആൾക്കാർ കുറഞ്ഞിട്ട് ദിലീപേട്ടൻ തന്നെയാണ് നമുക്കിപ്പം കാണാൻ പറ്റുന്നൊരു. അത് സിനിമയിലുണ്ടായ വ്യത്യാസം തന്നെയാണ്. പക്ഷെ ദിലീപേട്ടൻ ആ ഒരു സാധനം ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും സിനിമയിൽ. ഇതിപ്പോൾ അത്തരം ആർട്ടിസ്റ്റുകളെ മിസ് ചെയ്യുന്നുണ്ടോ? ഭയങ്കരമായിട്ട്. ഇപ്പോൾ പണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞ ഒരു അച്ഛൻ എൻ്റെ കൂട്ടുകാരായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. അവസാനം ഞാൻ അച്ഛൻ്റെ ചോദിച്ചു, അച്ഛൻ എന്തിനാണ് എൻ്റെ കൂട്ടുകാരായിട്ട് അച്ഛൻ കൂട്ടുകൂടുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പ്രായത്തിലുള്ളൊക്കെ മരിച്ചു പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇല്ലല്ലോ.
നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൂടെ അന്നുണ്ടായ ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയി. എല്ലാവരും ഗംഭീര ആർട്ടിസ്റ്റുകളായിരുന്നു, ഭയങ്കര കോംബോ ആയിരുന്നു നമ്മൾ, അല്ലേ? അതിൽ പിന്നെ കുറച്ച് പേര് ഇപ്പോൾ സജീവമായിട്ടുണ്ട്. ചിലർ ഇൻഡിപെൻഡൻറ്റ് ഹീറോ ആയിട്ട് മാറി. സുരാജൊക്കെ സെപ്പറേറ്റ് ഹീറോ ആയിട്ട് മാറി. എന്നാലും നമ്മൾ വിളിച്ചാൽ സുരാജ് ഓടി വരും. അതിലെനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബോണ്ടുള്ളതാണ്. എനിക്ക് അവനെ ഇഷ്ടമാണ്, അവൻ എന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ച് മണി പോയി, സലീം പടങ്ങൾ കുറച്ചു, അശ്വൻ ചേട്ടൻ വേറെ ഇങ്ങനെ സീരിയസ് പടങ്ങളുടെ ഒരു സെക്ഷനൊക്കെ മാറി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഷാജോൺ ഉണ്ട്. പിന്നെ ഈ പെർട്ടിക്കുലർ പവി കെയർടേക്കറിൽ ശരിക്കും പറഞ്ഞാൽ അയളിലൂടെയാണ് നമ്മൾ കഥ പറഞ്ഞിരിക്കുന്നത്. പവിത്രൻ്റെ ലൈഫിലൂടെയാണ് പവി കെയർടേക്കർ പറഞ്ഞിരിക്കുന്നത്. അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ അയാൾ ചെല്ലുന്ന സമയത്ത് മാത്രം കാണുന്ന ഒരു ജോണി ആൻ്റണിയുടെ ക്യാരക്ടർ. അയാൾ ഡേ ടൈമിലെ സെക്യൂരിറ്റിയാണ്, ഇയാൾ നൈറ്റിലെ സെക്യൂരിറ്റി, പകൽ കെയർടേക്കറുമാണ്. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ കാണുകയും സംസാരിക്കുകയൊക്കെ ഉണ്ടാകുന്നത്. പുള്ളി ഇയാളെ ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. പിന്നെ അതുപോലെ ധർമ്മജൻ്റെ ഒരു ക്യാരക്ടർ. ശരിക്കും പറഞ്ഞാൽ ഫ്ലാറ്റിൽ നമ്മൾ മിസ്റ്റർ ബട്ട്ലർ പോലെയൊക്കെ ഒരുപാട് താരങ്ങൾ അണിനിർത്താം. പക്ഷെ ചിലപ്പോൾ കഥയെ വേറെ ഡൈവേഷനിലേക്ക് അല്ലേ ഡൈവേർട്ട് ചെയ്ത് വേറെ രീതിക്ക് പോകും. ഇത് പിന്നെ പവിയുടെ പ്രണയത്തിനെ കുറിച്ചിട്ടാണ് ഈ സിനിമ പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് അവിടെ കൂട്ടത്തിൽ ആകെ ഉള്ളത് ഈ ബ്രോയാണ്, ഈ നായക്കുട്ടിയാണ്. ഇയാൾക്ക് മിണ്ടാനും പറയാനൊക്കെ ഉള്ളത് അതേ ഉള്ളൂ. ഏത് തരത്തിലുള്ള വികാരങ്ങളും അതിനോട് പ്രകടമാക്കാൻ, ദേഷ്യം വന്നാലും സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ ഉണ്ടാവുന്നൊരു ക്യാരക്ടറാണ് ബ്രോ ഷെയർ ചെയ്യാനുള്ളത്. നമുക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ആണ്. ഇതിനു മുന്നും നായകരുമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. സോ എത്തരം ഇപ്പം അത് എനിക്കറിയില്ല, ക്രിഞ്ചാവായിരിക്കും. പൂച്ചയാണോ ഡോഗ് അങ്ങനെ നോക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അടുത്ത്? അപ്പം നായ്ക്കുട്ടി തന്നെയാണ്. പൂച്ചക്കാൾ ഈ പൂച്ചയോട് അങ്ങനെ വലിയ അടുത്ത ഇടപഴകൽ ഉണ്ടായിട്ടില്ല. അല്ല ആഹാരം ഇട്ട് കൊടുക്കുക എന്നല്ലാതെ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിൽ പൂച്ച കണ്ട ഇവർ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുമ്പോൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, അതിൻ്റെ രോമം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ബ്രെയിനിലേക്ക് കിടക്കുന്നു എത്തുന്ന പറയണത്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് പൂച്ചകളെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണേ എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് ഡോഗുമായിട്ടുള്ള നമുക്ക് ഹ്യൂമൻ ആ ഒരു ഇൻട്രാക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ പിടിച്ചു വലിക്കുന്ന, എനിക്ക് തന്നെ കരയിപ്പിച്ച സീനുകളിൽ ഒരെണ്ണം അതാണ്. ഈ ബ്രോയും ഇയാളും തമ്മിലുള്ള റിലേഷനാണ്. അതിപ്പോൾ അഭിനയിക്കുന്ന സമയത്ത് എനിക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര ഫീൽ ഉണ്ടാക്കുന്നത്. കാരണം ഇവര് തമ്മിലൊരു ബോണ്ട് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് വേറെ ആരും ഇല്ലാത്ത ഒരാള്, പിന്നെ ഗതികേണ്ട പുറത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ജനങ്ങൾ എല്ലാവരും എടുത്തു പറഞ്ഞ സീക്വൻസ് ആണത്. അതുകൊണ്ട് ഇപ്പൊ വീട്ടില് കാവിക്കുന്ന പട്ടിയെ ഒരു രക്ഷയില്ല. പട്ടിയെ പൂച്ചൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. പറഞ്ഞ് ബ്രോയിന് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അവളുടെ വായിന്നൊക്കെ കേൾക്കുന്നത് അങ്ങനെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെറ്റ്സ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ പെറ്റ്സിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് വർക്കൗട്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻ പെട്ടെന്ന് മനസ്സിലാവും. ഞാനത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറയണ്ടേ, പട്ടിക്ക് എല്ലാം പറ്റിയാന്ന് ഞാൻ പടം വേണ്ടെന്ന് വെച്ചാൽ പട്ടിക്ക് അല്ല ബ്രോയ്ക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ പിന്നെ ഞാൻ പടം വേണ്ടെന്ന് വെച്ചാൽ ആഴ്ച അത്രയ്ക്കും നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സീരിയസ്ലി ഇതേ സംഭവം തന്നെ ഈ സിനിമയുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നിട്ട് സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കഥ പറയുന്നത് ഞാൻ ഒറ്റയ്ക്കുണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് വായിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ 1-2 പേരുണ്ട്, അവരോട് കൂടി ഒന്ന് കേട്ടോട്ടെ, കാരണം അവർ ഈ സിനിമയുടെ ഭാഗമാവുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞു. അന്നാണ് വ്യാസനുണ്ടായിരുന്നു, വ്യാസനാടനക്കാട്. കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി പട്ടിയുടെ കാര്യം പറഞ്ഞു. ഇങ്ങനെ പട്ടി അതിൻ്റെ ഇടയ്ക്ക് ഇതായി. അപ്പോൾ ഇയാൾ അത് കഴിഞ്ഞിട്ട് കേട്ടോണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് വെച്ച് നിർത്തി. അപ്പോൾ പറഞ്ഞു, ഈ പട്ടിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല പട്ടിക്ക് എന്തെങ്കിലും പറ്റി എൻ്റെ സ്വഭാവം മാറും. ഇൻവോൾവായിട്ടേ നമ്മളോട് ഒറ്റ ചിരിയിരിച്ചു പോയി. അപ്പോഴാണ് പുള്ളി അത് ഇന്ന് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, പട്ടിയുടെ കൂടെ ആയിട്ടാ ജനം അയാൾ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞു. പട്ടിക്കൊന്നും പറ്റരുത് കേട്ടോ. ശരിക്കും ആ
ഒരു സ്ഥലത്ത് വരുമ്പോൾ വണ്ടികളുടെ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലം വന്നുമ്പോൾ എല്ലാവരും ഇങ്ങനെ അല്ലേ ഒരു ഫീൽ അത് വെച്ചാൽ അതിൻ്റെ കൂടെ ഈ സിനിമയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആയി എന്നുള്ളതാണ്. ഈ പവിത്രൻ്റെ പ്രണയത്തിലും ബ്രോയുടെ യാത്രയിലും ഒക്കെ ഇവർ ഭയങ്കര ആ കെമിസ്ട്രിയിലൊക്കെ എല്ലാവരും ഇൻവോൾവ് ആയിപ്പോയി ജനങ്ങളും. അത് ഉറപ്പായിട്ടും ആ സീൻ കൃത്യമായിട്ട് വർക്കായതിൻ്റെ ഒരു പരിപാടി തന്നെയാണ്. ഒരു ഞങ്ങളെപ്പോലുള്ള പ്രേക്ഷകന് കാണാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഒരുപാട് സീക്വൻസ് അത് തന്നെ. ഇത് 2 സീക്വൻസുകൾ എനിക്ക് അത് റീക്രിയേറ്റ് ചെയ്യപ്പെട്ടാണ് അത് അങ്ങനെ തന്നെ ആണോ അതാണോ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. ഒന്ന് ഒരു ബോഡി ഗാർഡ് സീക്വൻസ് പലയിടത്തും ഫീൽ ചെയ്യാറുണ്ട്, ചെയ്തിരുന്നു. പിന്നീടുള്ളത് നമ്മുടെ പറക്കും തളികയിലെ ഒക്കെ കണ്ടുവരുന്ന മൗസ് ആൻഡ് ഗെറ്റ് പ്ലേ പരിപാടിയാണ്. അത് ഇന്റൻഷനലി ആഡ് ചെയ്തതാണോ അതോ? ഇല്ല, ഇതിൽ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനകത്തും കിച്ചണാണ്, അതിൻ്റെ സ്ട്രെയിറ്റ് അടിയാണ്. ഇതിൻ്റെ ഒരു പുതുമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ജീവിയായിട്ട് അടി, ജീവിയും ഇയാളും കൂടി തമ്മിലുള്ള പ്രശ്നം. അത് ഇയാൾക്ക് എങ്ങനെയെങ്കിലും അതിനെ പിടിച്ച് ഇവരുടെ മുമ്പിൽ ആളാവുക എന്നുള്ളതും അതിനെങ്ങനെയും അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ വിഷയം. രക്ഷപ്പെടാൻ ഇപ്പോൾ ഒരു നമ്മൾ പറയില്ലേ, ഇപ്പം ഈ പൂച്ചേനെയൊന്നും നമ്മൾ ഒരിക്കലും ഒറ്റ മുറിക്കകത്ത് വാലടച്ചിട്ടിട്ട് അതിനെ പിടിക്കാനോ അതിനെ ഒരു പരിപാടിക്ക് നിൽക്കരുത്. അതിൻ്റെ സ്വഭാവം വേറെ ആയിരിക്കും, പിന്നെ അത് അറ്റാക്ക് ചെയ്യും എന്നൊക്കെ പറയും. ചിലപ്പോൾ ഇവിടെയൊക്കെ പിടിച്ച് മാന്തി ഭയങ്കര കുഴപ്പമുണ്ടാക്കുന്ന കേട്ടേക്കണൊക്കെ. അതുപോലെ ഒറ്റയ്ക്ക് ഒരു മുറിക്കകത്ത് ഇട്ടിട്ട് പട്ടീനെ അറ്റാക്ക് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ വിവരം അറിയും നമ്മൾ എന്ന് പറയുന്ന പോലെയാണ് ഇത്. ശരിക്കും ഇയാളും മരപ്പെട്ടി മാത്രമുള്ള ഇതാണ്. അതൊക്കെയാണ് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറയുന്ന ഒരു എല്ലാവർക്കും കൗതുകമായല്ലോ. എല്ലാവരും കുറേ ആളുകൾ ഇത് കേട്ടിട്ടുള്ളൂ ഇതിനെ, അപ്പോഴാണ് നേരിട്ട് കാണുകയെന്ന് പറയില്ലേ. അത് കൃത്യമായിട്ട് VFX ടീമും നന്നായിട്ട് വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു.